മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ പ്രാഥമികപരമായിട്ട് നോക്കുകയാണെങ്കിൽ ടയർ മാർക്കിംഗ് കാണുന്നുണ്ട്, അവിടെ ബ്രേക്ക് ചെയ്തതിൻ്റെ പാട് കാണുന്നുണ്ട്. ടയർ മാർക്കിംഗ് ഉള്ളതുകൊണ്ട് ബ്രേക്കിന് പ്രത്യക്ഷത്തിൽ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലയെന്നാണ് മനസ്സിലായത്. ഡ്രൈവറുടെ ഓവർ സ്പീഡാണെന്ന് അതേപോലെ CCTV ദൃശ്യം കണ്ടു. അതിലും അത്യാവശ്യം മനസ്സിലാവുന്നത് ഡ്രൈവർ നല്ല സ്പീഡിലായിരുന്നു. വാഹനം ആ ഒരു ടേണിങ് അശാസ്ത്രീയമായ രീതിയിലുള്ള ടേണിംഗ് ആണ്. ആ രൂപത്തിലാണ് അവിടെ റോഡിൻ്റെ ഡിസൈൻ ഉള്ളത്. ഇല്ല, ഫിറ്റ്നസ് ഇപ്പോൾ സർക്കാരിൻ്റെ പുതിയ ഓർഡർ പ്രകാരം ഫിറ്റ്നസ് ഏകീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊരു 3 മാസത്തേക്ക്. പക്ഷേ ഞങ്ങൾ ചെക്കിങ്ങിനിടയിലൊക്കെ ഇതേപോലുള്ള മെക്കാനിക്കൽ അൺഫിറ്റായ വാഹനങ്ങൾ ചെക്ക് റിപ്പോർട്ട് ചെയ്ത് വാഹനം കാര്യങ്ങൾ അത് റെഡിയാക്കിയതിന് ശേഷം മാത്രമേ സർവീസ് നടത്താൻ നിർദ്ദേശം കൊടുക്കാറുണ്ടായി. ഈ വാഹനം ഡിസംബർ 29-ന് ഇതിൻ്റെ ഫിറ്റ്നസ് ഡേറ്റ് കാലാവധി കഴിഞ്ഞതാണ്. അതിപ്പം പുതിയ നിർദ്ദേശപ്രകാരം ഫിറ്റ്നസിൻ്റെ ഡേറ്റ് ഏകീകരിച്ച് കൊടുത്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഏപ്രിൽ മാസത്തിനുള്ള അത് ആ രൂപത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അത് നിലവിൽ വാഹനം നമ്മളോട് ചെക്കിങ്ങിൽ അത് കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിലെ വാഹന ഫിറ്റ്നസ് ആണോ? ഫിറ്റ്നസ് ഉണ്ടോ? വാഹനത്തിന്റെ ഫിറ്റ്നസ് റെക്കോർഡിക്കലായി ഫിറ്റ്നസ് ഇല്ല. അത്യാവശ്യം മെക്കാനിക്കൽ കണ്ടീഷനൊക്കെ ഓക്കെയാണ് വണ്ടിയുടെ എന്ന് പ്രത്യക്ഷത്തിലുള്ള മനസ്സിലായത്. ആ വാഹനം 2000 വർഷം 2000 മോഡല്. ഒരു കാര്യം, ഈ വാഹനത്തിന് അപകടത്തിലേക്ക് നയിച്ചത് 2011 മോഡൽ വണ്ടിയാണ്. പ്രത്യക്ഷത്തിൽ ഓവർ സ്പീഡായിട്ടാണ് മനസ്സിലാവുന്നത്. ഇനി ബാക്കിയുള്ള പരിശോധന നടന്നതിന് ശേഷം പറയാൻ പറ്റുള്ളൂ. സ്റ്റേഷനറി ആയിട്ട് നമുക്ക് അത്രേ പരിശോധിക്കാനുള്ള പറ്റുള്ളൂ. എൻ്റെ പേര് റിയാസ് ആണ്. എൻഫോഴ്സ്മെന്റ് RTO ആണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇത് ഓവർ സ്പീഡ് ആകാൻ സാധ്യതയുണ്ട്. അതായത് ഡ്രൈവറുടെ പിഴവ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ്. അതായത് ഡ്രൈവർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ടാകാം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതകളൊക്കെ വരേണ്ടതുണ്ട്. കൂടുതൽ പരിശോധന മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്നുണ്ട് എന്നതാണ്. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇക്കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ഏതായാലും വലിയ പരിശോധന തന്നെയാണ് വരുന്നത്. അതായത് നാട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു നിഗമനത്തിലേക്ക് MVD എത്തുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം അമിത വേഗത്തിലായിരുന്നു വാഹനം എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിൽ തന്നെ എത്തുകയാണ് ഇപ്പോൾ MVD ഉദ്യോഗസ്ഥരും എന്നുള്ളതാണ്. മാത്രമല്ല ഡ്രൈവറുടെ ഒരു പ്രാഥമിക മൊഴി എന്ന് പറയുന്നത് ബ്രേക്ക് നഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. പക്ഷേ റോഡിലുള്ള വണ്ടിയുടെ ടയറിന്റെ പാടുകൾ ഉൾപ്പെടെ വിലയിരുത്തിക്കൊണ്ട് അവിടെ അദ്ദേഹം പറയുന്നത്, നേരത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ബ്രേക്ക് നഷ്ടമായിട്ടില്ല, ബ്രേക്കിന് ആ തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം തന്നെ അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ആയിരുന്നു ആ സമയത്ത്. ആ വളവ് വലച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഡ്രൈവറുടെ ഭാഗത്ത് ഉണ്ടായത്. അയാൾ സ്വീകരിച്ച രീതി അശാസ്ത്രീയമായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. അതായത് ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് പറ്റിയ പിഴവ് തന്നെയാണ് കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് സ്കൂൾ ബസിന്റെ അപകടത്തിന് ഇടയാക്കിയത് എന്ന് തന്നെ വേണമല്ലേ ഫെലിക്സ് നമ്മൾ ഈ നിമിഷം ആ ഉദ്യോഗസ്ഥന്റെ പ്രതികരണം കൂടി വരുമ്പോൾ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ ഈ അപകടത്തിന് കാരണം ഡ്രൈവറുടെ പിഴവ് എന്ന് തന്നെയാണ്. മോട്ടോർ വാഹന വകുപ്പ് മനസ്സിലാക്കുന്നത്. ഡ്രൈവർ നേരത്തെ നൽകിയ മൊഴി ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നാണ്. പക്ഷേ ബ്രേക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ തെളിവ് റോഡിലുണ്ട്. ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്. ബ്രേക്ക് പിടിച്ച സമയത്ത് വാഹനത്തിന്റെ ടയർ റോഡിൽ ഉരഞ്ഞതിൻ്റെ അതിൻ്റെ തെളിവുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും റോഡിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഈ അപകടത്തിന് പ്രധാനമായും കാരണമായത് ഡ്രൈവറുടെ പിഴവ് തന്നെയാണ് എന്നിപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പരിശോധനയൊക്കെ ഫെലിക്സ് പുളിക്കലാണ് കണ്ണൂരിൽ നിന്നും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഡ്രൈവറുടെ ഭാഗത്ത് പറ്റിയ പിഴവ് തന്നെയാണ് ഈ ഒരു അപകടത്തിനിടയാക്കിയത്, ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടാൻ വരെ കാരണമാക്കിയത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. കൂടുതൽ പരിശോധന അവിടെ നടക്കുകയാണ്. അതിനുശേഷമായിരിക്കും 29-ാം തീയതി വാഹനത്തിന്റെ ഫിറ്റ്നസ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യവും അറിയിച്ചു. അതിൽ ചില അറേഞ്ച്മെന്റ്സ് നൽകിയിരുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ അപകടത്തിന് ഇടയാക്കിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഫെലിക്സ് വിവരങ്ങൾ നൽകിയത്.